അപ്പോൾ 231 പേജിൽ 4ാമത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. ഇൻ ദ പിക്ചർ ബിലോ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ പോയിന്റ് ഓൺ ദ സ്ലാൻഡഡ് ബ്ലൂ ലൈൻ ഈസ് 3. ഈ ചെരിഞ്ഞ നീല വരയിലെ ഒരു പോയിന്റിൻ്റെ ഒരു കോർഡിനേറ്റ് ആണ് ഈ 3. എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്, ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ഈ ലൈൻ ഈ ബ്ലൂ ലൈൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ, ഈ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ നമുക്കിവിടെ നിന്ന് വരച്ച് വയ്ക്കാം. കണ്ട അവർ പറഞ്ഞ അതേപോലത്തെ ഒരു ഫിഗറാണ് നമ്മളവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്നിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. അപ്പോൾ ഒരു പോയിൻ്റ് വന്നു, കണ്ടോ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോയിൻ്റ് എത്രയാണ്, 1 0 1 0. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ഇവിടുത്തെ എക്സ്, അറിയാമല്ലോ. ഈ പോയിൻ്റ് ഈ ഒരു വര എക്സ് ആണെന്നറിയാം. അപ്പോൾ ഇതിലെ എക്സ് കോർഡിനേറ്റ് ആയിരിക്കും ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 3 ആണ്. അപ്പോൾ ഇത് 3. വൈ എന്തായിരിക്കും നമുക്കറിയാം. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈൻ എക്സ് കോർഡിനേറ്റുമ്പോഴാണ് ഈ പോയിൻ്റ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വൈ എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് എക്സിന് പാരലലായിട്ടാണ് ഈ വര കിടക്കുന്നത്. അല്ലെങ്കിൽ ഇത് എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിന്മേലുള്ള ഈ ഒരു വരയിൽ നമുക്ക് എപ്പോഴും വൈ ഈക്വൽ ആയിരിക്കും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വൈ 0 ആണെങ്കിൽ ഇവിടുത്തെ വൈ 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 0 ഇത് 3 0. അപ്പോൾ ലെങ്ത് എത്രയായിരിക്കും, ലെങ്ത് കാണാൻ വൈ ഈക്വൽ ആകുമ്പോൾ നമ്മുടെ എക്സും കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ എക്സും നമ്മൾ കുറയ്ക്കുമ്പോൾ എക്സ് 1 - 3 അബ്സല്യൂട്ട് വാല്യൂ ഈസ് ഈക്വൽ ടു -2 ആണ് കിട്ടുക. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ പുറത്തേക്ക് വരുമ്പോൾ 2. അപ്പോൾ ഇവിടെ 2 ആണ് ആൻസർ കിട്ടുന്നത്. ഇത് 60 ഡിഗ്രിയാണെന്നറിയാം, ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും, 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിക്ക് എതിരെയാണിത് 2. അപ്പോൾ 60 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നത് എത്രയായിരിക്കും, 2√3. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണെന്നാണ്. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളമാണല്ലോ, അത് ഇവിടെ തൊട്ട് ഇവിടെയുള്ള നീളം എന്ന് പറയുന്നതും ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള നീളം എന്ന് പറയുന്നത് ഈക്വൽ അല്ലേ. എത്രയാ, 2√3 അല്ലേ. അപ്പോൾ വൈയിൽ ഇത് 2√3 ആണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെ എന്ത് വരും, 3 2√3 ആണ് ഇതിൻ്റെ കോർഡിനേറ്റ് വരിക. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 3 2√3 അല്ലേ. അതായത് വൈ ഈസ് ഈക്വൽ ടു 2√3 വൈൻ്റെ കോർഡിനേറ്റ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലൂ വരയുടെ സ്ലോപ്പാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ബ്ലൂ വരയുടെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ കണ്ടുപിടിക്കാൻ പോവാണേ. അപ്പോൾ സ്ലോപ്പ് കാണാനുള്ള ഫോർമുല എന്താ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു, ഇവിടെ y2 എന്ന് പറയുന്നത് എത്രയാണ്, 2√3 മൈനസ് y1 എന്ന് പറയുന്നത് 0 ബൈ ഇവിടെ x2 എന്ന് പറയുന്നത് എത്രയാണ്, 3 മൈനസ് x1 എന്ന് പറയുന്നത് 1 ഈസ് ഈക്വൽ ടു 2√3 0 കുറച്ചാൽ 2√3 തന്നെയാണ് ഉത്തരം വരിക. ബൈ 3 - 1 +2 ആണ്. ഉള്ളത് ഇൻറ്റു ആണല്ലോ, അതുകൊണ്ട് ഈ 2 വെട്ടിപ്പോയിട്ട് ബാക്കി എന്താ വന്നത്, √3 ആണ് സ്ലോപ്പ്. ഇനി സി ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയണത്. അപ്പോൾ ഈക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് y മൈനസ് y1 ബൈ x മൈനസ് x1 ഈസ് ഈക്വൽ ടു സ്ലോപ്പിൻ്റെ ഇക്വേഷൻ.
y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ എഴുതാം. അപ്പോൾ y മൈനസ് y1 എന്ന് പറയുന്നത് 0 ബൈ x മൈനസ് x1 എന്ന് പറയുന്നത് 1 ഈസ് ഈക്വൽ ടു y2 എന്ന് പറഞ്ഞാൽ 2√3 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 ബൈ x2 എന്ന് പറയുമ്പോൾ 3 x1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ y മൈനസ് 0 ബൈ x മൈനസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഇത് സ്ലോപ്പാണ് അല്ലേ, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം നേരിട്ട് അങ്ങോട്ട് എഴുതാം. എന്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്? 2 അല്ലേ സ്ലോപ്പ്? അല്ല സോറി, √3 സ്ലോപ്പ്. √3 2 വെട്ടിപ്പോയി, അങ്ങനെ √3 സ്ലോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ y മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y തന്നെയാണ് അല്ലേ, ബൈ x മൈനസ് 1 ഇസ് ഈക്വൽ ടു √3. ഇനി നമ്മൾ ഇവിടെ ഇത് ക്രൂസ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതിങ്ങോട്ട് ക്രൂസ് ചെയ്യണം, ഇതിങ്ങോട്ട് ക്രൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ റെഡിയാക്കാനായിട്ട് തെറ്റാതിരിക്കാനായിട്ട് 1 ഇട്ട് കൊടുക്കാം. y × 1 y അല്ലേ ഈസ് ഈക്വൽ ടു √3 കൊണ്ട് എക്സിനെ ഇൻറ്റു ചെയ്യണം, -1നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ എക്സിനെ ഇൻറ്റു ചെയ്യുമ്പോൾ √3x മൈനസ് 1 × √3 √3 കേട്ടോ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. √3x മൈനസ് y സമം √3x മൈനസ് √3. ഇതാണ് ഇക്വേഷൻ വരുന്നത് കണ്ടോ. കറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ എന്നിട്ട് ഒന്നുകൂടി മാറ്റി എഴുതുമ്പോൾ ഇത് പ്ലസ് അല്ലേ, മൈനസ് √3x, ഇത് മൈനസ് അല്ലേ, അപ്പോൾ പ്ലസ് √3 ഈസ് ഈക്വൽ ടു 0. ഇതിനൊക്കെ നമ്മൾ ഈസ് ഈക്വൽ ടുൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതാണ് ഇക്വേഷനായിട്ട് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യനിൽ ഇൻ ദ പിക്ചർ ഹിയർ ABCD ഈസ് എ സ്ക്വയർ. Prove that for any point on the diagonal BD, the sum of the x and y coordinate is 0. അതായത് ചിത്രത്തിൽ ABCD എന്ന് പറയുന്നത് കണ്ട, ഇത് ABCD എന്ന് പറയുന്നത് ഒരു സ്ക്വയറാണ്. അപ്പോൾ പ്രൂവ് ദാറ്റ് തെളിയിക്കാൻ പറയാണ്. ദാറ്റ് ഫോർ എനി പോയിൻ്റ് ഓൺ ദ ഡയഗണൽ BD, ഈ ഇതിൻ്റെ BD എന്ന് പറഞ്ഞ ഡയഗണൽ, BD എന്ന ഡയഗണൽ ഇതാണ് കേട്ടോ, ഈ വര. ഈ BD എന്ന് പറഞ്ഞ ഡയഗണലിൽ ഏത് പോയിൻ്റ് വന്നാലും അതിൻ്റെ എക്സും വൈയും കൂടി കൂട്ടിയാൽ, ഏത് പോയിൻറ്റിൻ്റെയും എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും എന്ന് തെളിയിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതൊന്ന് വരയ്ക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ ആ ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഗർ പ്രകാരം പറയുന്നത് BD എന്ന ഡയഗണൽ, ഈ BD എന്ന് പറഞ്ഞ ഡയഗണലിലെ ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിൻ്റെയൊക്കെ എക്സും വൈയും കൂടി കൂട്ടുമ്പോൾ 0 ആയിരിക്കുന്നത് തെളിയിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, ഈ ചോദ്യപ്രകാരം ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് BD എന്ന് പറഞ്ഞ ഡയഗണലിൻ്റെ ആ ഒരു വരയുടെ ഈക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബിയുടെ കോർഡിനേറ്റ് വേണം, ഡിയുടെ കോർഡിനേറ്റ് വേണ്ടേ? അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഒരു ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ക്വയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്വയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഈക്വൽ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതാണ് എ എന്ന് പറയുന്നത്, ഇത് 2 കണ്ട, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളം 2, അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളത്തിൽ പറയേണ്ട എത്ര തന്നെ 2, ഇവിടെയും 2 ഇവിടെ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി എത്രയായിരിക്കും നോക്കാം. ബി എത്രയായിരിക്കും? അപ്പോൾ ഈ വശത്തൊക്കെ എക്സ് നെഗറ്റീവ്, ഈ വശത്തെ എക്സ് ഒക്കെ പോസിറ്റീവ്, ഈ താഴോട്ടുള്ള വൈ ഒക്കെ നെഗറ്റീവ്, മുകളിലോട്ടുള്ള വൈ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ
ഇവിടെ ഇങ്ങോട്ട് ഇത് -2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? +2. അപ്പോൾ ഇവിടുത്തെ ബി എന്തായിരിക്കും? +2. ഇനി y എന്ന് പറയുന്നത് ഇവിടുത്തെ y എത്രയായിരിക്കും? -2. അപ്പോൾ ഇവിടെ +2ഉം -2ഉം ആയിരിക്കും. ഇനി ഡി നമുക്ക് നോക്കാം. ഡി അതുപോലെ ഇവിടുത്തെ x ആണ് ഇതിൻ്റെ x വരാം. ഇവിടുത്തെ x -2 അല്ലത്, ഇത് -2, അപ്പോൾ ഇത് -2, അപ്പോൾ ഇവിടെ -2 ആണ് x വരുന്നത്. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള നീളം നോക്കട്ടെ. ഇതിൻ്റെ y +2 അല്ലേ, അതല്ലേ ഇവിടെ +2 വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ y +2 തന്നെ ആയിരിക്കും. ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു, ഡിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ഇനി ബിയുടെ ഈക്വേഷൻ, ഈ ബി ഡി എന്ന വരയുടെ ഈക്വേഷൻ കണ്ടുപിടിക്കണം. ഈക്വേഷൻ കാണാനുള്ള ഫോർമുല y - y1 / x - x1 is equal to y2 - y1 / x2 - x1. ഇതാണ് ഈക്വേഷൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പോൾ ഇത് നമുക്ക് x1 ആയിട്ടിടാം, ഇത് y1 ആയിട്ട് എടുക്കാം, ഇതിവിടെ x2 ആയിട്ട് എടുക്കാം, ഇവിടെ y2 ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കത് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ y - y1 എന്ന് പറയുന്നത് -2 x - x1 എന്ന് പറയുന്നത് +2. അപ്പോൾ +2 ഈസ് ഈക്വൽ ടു y2 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. y2 +2 മൈനസ് y1 എന്ന് പറയുന്നത് -2 x2 എന്ന് പറയുന്നത് ഇവിടെയാണ് -2 ആണ്. ഇനി x1 - x1 എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ നമുക്കിതൊന്ന് ആയിട്ടൊന്ന് കറക്റ്റ് ആക്കണം. y മൈനസ് അടുത്ത് വരുമ്പോൾ അത് +2 x - 2 is equal to 2. ഈ നെഗറ്റീവ് എന്താവും? പ്ലസ് ആവും. 2 -2 അപ്പോൾ ഉത്തരം -4 കൂട്ടിയിട്ട് സെയിം സൈൻ ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്നുകൂടി ഇത് കറക്റ്റാക്കി എഴുതുമ്പോൾ y +2 x - 2 is equal to 2 + 2 4 -4. അപ്പോൾ y +2 x - 2 is equal to 4 പിന്നെ അടിയിൽ മുകളിൽ ഒരുപോലെ വന്ന ഉത്തരം 1 ആവുമല്ലോ. പക്ഷെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -1 ഉത്തരം വരുന്നത്. ഇനി നമുക്കിത് ക്രോസ് ചെയ്യാനായിട്ട് y1 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൊണ്ട് y +2 ഇൻറ്റു ചെയ്യുമ്പോൾ y +2 തന്നെ ഈസ് ഈക്വൽ ടു, പക്ഷേ പോസിറ്റീവ് ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതേ സെയിം വരും. പക്ഷെ നെഗറ്റീവ് ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു +x -x, നെഗറ്റീവ് ഇൻറ്റു -2 +2 1 2 2. ഇനി y +2 ഇങ്ങോട്ട് വരുമ്പോൾ -x ഇങ്ങോട്ട് വരുമ്പോൾ +x, ഈ +2 ഇങ്ങോട്ട് വരുമ്പോൾ -2 ഈസ് ഈക്വൽ ടു 0. ഇനി +2 -2 വെട്ടിപ്പോയി. ബാക്കി എന്താ വന്നത്? y + x ഈസ് ഈക്വൽ ടു 0. ശരിയായില്ലേ? വൈയും എക്സും ഏതൊരു കോർഡിനേറ്റ് എടുത്താലും ആ വരയിൽ ബി ഡി എന്ന ഡയഗ്രാമിൻ്റെ വൈയും എക്സും കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടും. തെളിയിച്ചു കേട്ടോ. ഇനി നമ്മൾ 6ാമത്തെ കണക്കിലേക്കാണ് പോകുന്നത്. ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിന്റ് ഓൺ ദ ലൈൻ intersecting the axis in the picture, the sums of the x and y coordinate is 3. അതായത് തെളിയിക്കാൻ പറയാണ്. പ്രൂവ് ദാറ്റ് എനി പോയിന്റ് ഓൺ ദ ലൈൻ intersecting
ദ ആക്സിസ് ഇൻ ദ പിക്ചർ. ഈ ഒരു നീല വര കണ്ട, ഈ നീല വരയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിക്ചർ ദ സം ഓഫ് ദ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് 3. ഈ ഒരു ലൈനിൽ ഏത് കോർഡിനേറ്റിൻ്റെയും പിന്നെ എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും കോർഡിനേറ്റുകൾ തമ്മിൽ, പോയിൻറ്റിൻ്റെ കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരിക്കും ഉത്തരം കിട്ടുക ഈ ഒരു വരയുടെ. ഇത് പ്രൂവ് ചെയ്യാനാണ് പറയണത്. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കണം. അപ്പം ഞാനിവിടെ ഫിഗർ റഫായി വരച്ചിട്ടുണ്ട് കണ്ട. എന്നിട്ട് ഈ വരയിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൂടി ആഡ് ചെയ്താൽ 3 കിട്ടുന്ന പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഈക്വേഷൻ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഈക്വേഷൻ ഒന്ന് നോക്കാം. ഈക്വേഷൻ കാണാനുള്ള ഫോർമുല എഴുതാം. എന്താണ് ഈക്വേഷൻ കാണാനുള്ള ഫോർമുല? y മൈനസ് y1 ബൈ എക്സ് മൈനസ് x1 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഈ ഒരു ഭാഗം നമുക്കറിയാം സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണ്. അതിൽ കൂടി ഇതൊന്ന് ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് x1 കൊടുക്കുക, ഇതിന് y1 കൊടുക്കുക, ഇതിന് x2 കൊടുക്കുക, ഇതിന് y2 കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് കൂട്ട് ചെയ്യുമ്പോൾ y മൈനസ് y1 എന്താണ് y1 3 ബൈ എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു y2 0 മൈനസ് y1 3 ബൈ x2 3 മൈനസ് x1 0. അപ്പോൾ y മൈനസ് 3 ബൈ എക്സ് മൈനസ് 0 എന്ന് വെച്ചാൽ എക്സ് തന്നെ ഈസ് ഈക്വൽ ടു 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3 ബൈ 3 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്നാണ് അർത്ഥം. അപ്പോൾ y മൈനസ് 3 ബൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ 3യും 3യും അപ്പം നമുക്കറിയാം പിന്നെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ സംഖ്യ വന്ന ഉത്തരം 1 കിട്ടുന്നു. അപ്പം നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് 1 വരും. നമ്മൾ ക്രോസ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ക്രോസ് ചെയ്യണം, ഇങ്ങനെ ക്രോസ് ചെയ്യണം. അപ്പം നെഗറ്റീവ് 1ൻ്റെ അടിയിൽ 1 ഉണ്ട് അറിയാലോ. നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക തെറ്റാതിരിക്കാൻ കേട്ടോ. അപ്പോൾ y മൈനസ് 3 ഇൻറ്റു 1 എന്ന് വെച്ചാൽ ഒന്നുകൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് തന്നെ വരും. y മൈനസ് 3 തന്നെ വരും. ഈ നെഗറ്റീവ് 1 ഇൻറ്റു എക്സ്, നെഗറ്റീവ് എക്സ്. അപ്പോൾ എന്താ വരാൻ ചെയ്യാൽ y ഈ മൈനസ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എക്സ് വരും ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 3 അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവ് 3. അപ്പോൾ ശരിയായില്ലേ? y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 3. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 232ാമത്തെ പേജിൽ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ടേക്കാണ് പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഈക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദ ഒറിജിൻ and radius 5. Write the coordinates of 8 points on this circle. അപ്പോൾ ഒരു പിന്നെ സെൻറ്റർ ഒറിജിൻ ആധാരബിന്ദുവായിട്ടുള്ള റേഡിയസ് 5 ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കണം. കൂടാതെ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് 8 പോയിൻറ്റിൻ്റെ കോർഡിനേറ്റുകൾ കണ്ടുപിടിക്കണം ഈ സർക്കിളിൻ്റെ. അപ്പം നമുക്കൊന്ന് ആദ്യം അവർ പറഞ്ഞതുപോലെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു റഫ് ഫിഗർ ഒന്ന് വരച്ച് വെക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള റഫ് ഫിഗറാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റേഡിയസ് ആണ് 5, ഇത് സെൻറ്റർ 0 0 ഒറിജിൻ ആധാരബിന്ദു. അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ 0 0 ആണെങ്കിൽ, ഒറിജിൻ ആണെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇങ്ങനെയാണ്. അപ്പോൾ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ എത്ര റേഡിയസ് 5 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഇതാണ് ഈ സർക്കിളിൻ്റെ ഈക്വേഷൻ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് 8 പോയിൻറ്റ്സ് ഓൺ ദി സർക്കിൾ. ഈ സർക്കിളിലെ 8 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം കേട്ടോ. 8 പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. അതായത് റേഡിയസ് നമുക്ക് എത്ര കിട്ടണം? 5 കിട്ടുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ പോയിൻറ്റ്സ് വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ 5 കിട്ടാവുന്ന രീതിയിലോട്ടേക്ക് നമ്മൾ, അതായത് ഇവിടെ 25 വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റിൻ്റെയും സ്ക്വയർ തമ്മിൽ കൂട്ടുമ്പോൾ 25 കിട്ടണം. അതാണ് ഇത്. അപ്പം നമുക്കൊന്ന് എടുത്തു നോക്കാട്ടോ. 0യും 5ഉം ഒരെണ്ണം എടുക്കാം. അപ്പോൾ 0യും 5ഉം ആണ് ഒരെണ്ണം. അപ്പം നമുക്കറിയാലോ ഇത് എക്സ് ഇത് വൈ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ 0 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? 0ൻ്റെ സ്ക്വയർ 0 തന്നെ വരും, പ്ലസ് 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ എത്ര വരും? 25. ശരിയായല്ലോ. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂട്ടുമ്പോൾ 25. അങ്ങനെയാകുമ്പോൾ 0 5 എടുക്കുക. ഒരെണ്ണം 0 5 എടുക്കുക. അടുത്തത് എന്തായിരിക്കും? 5 0 എന്ന് എടുക്കുക. അടുത്തത് എന്തായിരിക്കും? ഒരെണ്ണം 0 -5 എന്ന് എടുക്കുക. ഒരെണ്ണം നമുക്ക് -5 0 എന്ന് എടുക്കുക. അപ്പോൾ 1 2 3 4 എണ്ണമായി. ഇനി ഇതുപോലെ തന്നെ എക്സും വൈൻ്റെയും സ്ക്വയർ നമ്മൾ കൂട്ടുമ്പോൾ 25 കിട്ടുന്നത് ഏത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അത് നോക്കട്ടെ. 3ഉം 4ഉം. അതായത് ഇത് എക്സ് ഇത് വൈ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ എത്രയാണ്? 25 തന്നെ കിട്ടണത്. അപ്പോൾ നമുക്ക് 3ഉം 4ഉം. അപ്പോൾ ഒരെണ്ണം 3ഉം 4ഉം ആണെങ്കിൽ മറ്റേത് നമുക്ക് -3ഉം -4ഉം ആക്കാം. ഇനി അടുത്തത് നമുക്ക് 3ഉം -4ഉം ആക്കാം. അടുത്തത് നമുക്ക് എന്തെഴുതാം? -3ഉം +4ഉം ആക്കാം. ഇത്രയും മതി. 8 എണ്ണമാണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 2 3 4 5 6 7 8. ഓക്കെ. നമ്മൾ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. 232ാമത്തെ പേജിൽ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. പ്രൂവ് ദാറ്റ് എക്സ്, വൈ be a point on the circle with the line joining 0 1 and 2 3 as a diameter. Then x square plus y square minus 2x minus 4y plus 3 is equal to 0. Find the coordinate of the points where the circle cuts the y-axis. അതായത് ഒരു കാര്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാണ്. അതായത് 0 1ഉം 2 3 ഈ രണ്ട് കോർഡിനേറ്റ് തമ്മിൽ യോജിപ്പിക്കുന്ന വരയാണ് ഒരു സർക്കിളിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ സർക്കിളിലെ ഒരു പോയിൻ്റാണ് എക്സ് വൈ എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y പ്ലസ് 3 = 0 എന്ന് പ്രൂവ് ചെയ്യണം. അതുകൂടാതെ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഇഫ് ദ പോയിൻറ്റ്സ് വേർ ദിസ് സർക്കിൾ കട്ട്സ് ദ വൈ ആക്സിസ്. അതേപോലെ ഈ സർക്കിള് വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റിനെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. ഇതേ കണ്ട ഒരു റഫ് ഫിഗർ. ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ പോയിൻറ്റ്സ് പിന്നെ 0 1 2 3 എന്നുള്ള 2 പോയിൻ്റ് നമ്മൾ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ ഡയാമീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 4y
പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന്. ഇതിലെ ഒരു പോയിൻ്റ്, ഈ സർക്കിളിലെ ഒരു പോയിൻ്റാണ് എക്സ് വൈ എന്ന് തെളിയിക്കാനാണ് പറയുന്നത്. കേട്ടല്ലോ. അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വേഷൻ കണ്ടുപിടിക്കാൻ. ഇങ്ങനെ എന്ത് പ്രൂവിങ് വന്നാലും ഈക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടത്. അപ്പോൾ ഈക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ നമുക്കറിയില്ല അല്ലേ. സെൻറ്റർ അറിഞ്ഞാലാണ് രണ്ട് തരം ഈക്വേഷൻ ഉണ്ട്. ഒന്ന് സെൻറ്റർ 0 0 ആണെങ്കിൽ, അല്ലെങ്കിൽ സെൻറ്റർ വേറെ ഏതെങ്കിലും പോയിൻ്റ് ആണെങ്കിൽ. അങ്ങനെ രണ്ട് തരം ഈക്വേഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ സെൻറ്റർ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം അതിലേത് ഈക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്കിതിന് x1 കൊടുക്കുക, ഇതിന് y1 കൊടുക്കുക, ഇതിന് x2 കൊടുക്കുക, ഇതിന് y2 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണല്ലോ ഈ സർക്കിളിൻ്റെ സെൻറ്റർ വരുന്നത്. അപ്പോൾ മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല എന്താ? x1 പ്ലസ് x2/2. അപ്പോൾ ഇതിൻ്റെ x കിട്ടും. അതേപോലെ y1 പ്ലസ് y2/2. അപ്പോൾ നമുക്കിതിൻ്റെ വൈയും കിട്ടും. നോക്കാം. അപ്പോൾ x1 എന്ന് പറയുന്നത് 0 പ്ലസ് x2 എന്ന് പറയുന്നത് 2/2 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 1. then ഇവിടെ y1 1 പ്ലസ് y2 3/2 ഇസ് ഈക്വൽ ടു 4/2 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ 1, 2 ഇത് രണ്ടുമാണ് ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ 0 0 അല്ലല്ലോ, വേറൊരു രണ്ട് പോയിൻറ്റ്സ് അല്ല വന്നത്, അതായത് ഒറിജിൻ അല്ല, 0 0 അല്ല. അങ്ങനെ വരുമ്പോൾ സർക്കിളിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഈക്വേഷൻ. അപ്പോൾ 6 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് 6 എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള അകലമാണ് ഈ 6 എന്ന് പറയുന്ന സംഭവം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള അകലം ഒന്ന് കണ്ടുപിടിക്കാം, ഈ ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 6 ആവുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണാനായിട്ട് നമുക്കിവിടെ x1 കൊടുക്കുക, ഇവിടെ y1 ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത് x2 ഓൾറെഡി y2 എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ 6 കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മിലുള്ള അകലം, ഒന്നുകിൽ ഇത് തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുക. കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അകലം കണ്ടുപിടിച്ചിട്ട് അതിനെ ബൈ 2 പകുതിയാക്കുക. ഇത് ഡയമീറ്റർ ആണല്ലോ, പകുതിയാക്കിയാൽ നമുക്ക് റേഡിയസ് കിട്ടും. അപ്പം ഞാൻ ഇതാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കേട്ടല്ലോ. അപ്പോൾ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ അകലം നമുക്കറിയാം 1 2 2 3 അല്ലേ. ഒന്നും എക്സും ഒരുപോലെയല്ല, വൈയും ഒരുപോലെയല്ല. അപ്പോൾ അകലം കണ്ടുപിടിക്കുമ്പോൾ എക്സും ഒരുപോലെയല്ല, വൈയും ഒരുപോലെ അല്ലെങ്കിൽ ഏത് ഫോർമുല ഉപയോഗിക്കും? x1 മൈനസ് x2 റൂട്ട് ഉണ്ട് കേട്ടോ, റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ അതന്നെ നമുക്കൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് 2 മൈനസ് 1 സ്ക്വയർ പ്ലസ് 2 മൈനസ് 3 മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് 1 സ്ക്വയർ പോസിറ്റീവ് 1 പ്ലസ് മൈനസ് 1 സ്ക്വയർ പോസിറ്റീവ് 1 ഈസ് ഈക്വൽ ടു നമ്മൾ കൂട്ടുമ്പോൾ റൂട്ട് 2 ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് 2, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 2. അപ്പം നമുക്കിനി ഈ ഇക്വേഷനിലേക്ക് പോകാം. അപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം നോക്കുമ്പോൾ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്ററിൻ്റെ എക്സിനെയാണ്, ബി എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ വൈനെയാണ്. അപ്പോൾ 1 2 അല്ലേ. അപ്പോൾ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു
റേഡിയസ് എത്രയാ? √2 സ്ക്വയർ. കേട്ടല്ലോ. ഈ ഇക്വേഷൻ അനുസരിച്ചിട്ട് നമ്മളിതിനെ കോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യണം, വിപുലീകരിക്കണം. x-1 കേട്ടല്ലോ. അപ്പോൾ x-1 നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് എക്സ്പാൻഡ് ചെയ്യുക? x-y² അല്ലേ? x-y² എന്ന രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് x, ഇത് y അല്ലേ? അപ്പോൾ x² + y² മൈനസ് 2 × x × y ഈസ് ഈക്വൽ ടു x² + 1 × സ്ക്വയർ 1 മൈനസ് 2 × x × 1 2x. ഇനി നമ്മൾ y - 2 എങ്ങനെ വിപുലീകരിക്കാൻ നോക്കാം, എക്സ്പാൻഡ് ചെയ്യാൻ നോക്കാം. ഈസ് ഈക്വൽ ടു ഇതുപോലെ ഇവിടെ x, ഇത് y. അപ്പോൾ x² + y² മൈനസ് 2 × x × y ഈസ് ഈക്വൽ ടു y² + 4 മൈനസ് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 4y. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. എന്നിട്ട് അപ്പോൾ നമുക്കത് ഈ ഒരു പിന്നെ ഈ ഒരു ഈക്വേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ x-1² എക്സ്പാൻഡാണ് x² + 1 - 2x പ്ലസ് ഇനി y - 2² എക്സ്പ്ലനേഷൻ ഫോം എഴുതുമ്പോൾ y² + 4 മൈനസ് 4y ഈസ് ഈക്വൽ ടു r² എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. r എത്രയാണ്? √2. √2ൻ്റെ സ്ക്വയർ എത്രയാണ്? 2. √2ൻ്റെ സ്ക്വയർ √2 × √2 ഈസ് ഈക്വൽ ടു 2 ആവും കേട്ടോ. അപ്പോൾ ഇവിടെ x² നോക്കൂ, ഇത് +1 ആണ്, ഇത് +4 ആണ്. അപ്പോൾ എന്താവും? +1 + 4 ആഡ് ചെയ്ത് എഴുതാലോ, +5 കേട്ടല്ലോ. ഇനി -2x മൈനസ് y² മൈനസ് 4y ഈസ് ഈക്വൽ ടു 2. കണ്ടോ? അപ്പോൾ ഇനി അത് നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം കേട്ടോ. x² + 5 മൈനസ് 2x മൈനസ് y² മൈനസ് 4y. ഈ പോസിറ്റീവ് 2 കൊണ്ടുവരുമ്പോൾ -2 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x² പ്ലസ് 5ഉം പ്ലസ് 5ൻ്റെ കൂടെ -2 ഉണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ സൈനാണ് ഇടേണ്ടത്, വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ +3. അപ്പോൾ ഈ -5 - 2 +5 - 2 പോയിട്ടോ. പിന്നെ ബാക്കി -2x മൈനസ് y² മൈനസ് 4y ഈസ് ഈക്വൽ ടു 0. ശരിയായില്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ തന്ന പോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട, ടെക്സ്റ്റിൽ ഇത് ഇങ്ങനെയാവണമെന്നാണ് തെളിയിക്കാൻ പറഞ്ഞത്. ഇത് കണ്ട, ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് x² + y² മൈനസ് 2x മൈനസ് 4y + 3 ഈസ് ഈക്വൽ ടു 0. കണ്ട, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് x² + 3 മൈനസ് 2x മൈനസ് y² മൈനസ് 4y ഈസ് ഈക്വൽ ടു 0. അപ്പം നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 232 പേജിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ഫിഗർ കണ്ടല്ലോ, ഒരു സർക്കിള് ഇവിടെ 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 എല്ലാ പോയിൻറ്റും കണ്ടല്ലോ. അതായത് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ? ഇവിടെ ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റഫ് ഫിഗർ അതിനെ പ്രതി വരച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് റഫ് ഫിഗർ വരച്ചു. പിന്നെ നമുക്കറിയാം സർക്കിളിൻ്റെ 2 പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് 2 പോയിൻ്റ് അല്ലേ, 2 തമ്മിൽ പോയിൻ്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും എന്നറിയാം. മനസ്സിലായോ? അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ
മസ്റ്റായിട്ട് നമുക്ക് സെൻറ്റർ ഏതാണെന്ന് അറിയണം. സെൻറ്റർ ഏതാണോ അതിനനുസരിച്ച് വേണം ഇക്വേഷൻ. 2 തരം ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ x1, ഇവിടെ y1, ഇവിടെ x2, ഇവിടെ y2. മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? x1 പ്ലസ് x2 ബൈ 2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ x. 0 പ്ലസ് 2 അല്ല, x1 ഇപ്പോൾ 4 ആവരാട്ടോ. x1 പ്ലസ് x2 ബൈ 2, അപ്പോൾ 4 ബൈ 2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ ഇത് x, ഇത് y, ഇവിടുത്തെ x 2. ഇനി y കണ്ടുപിടിക്കാനായിട്ട് y1 പ്ലസ് y2 ബൈ 2 ഈസ് ഈക്വൽ ടു 2 ബൈ 2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1. അപ്പോൾ 2, 1 നമ്മുടെ ഈക്വേഷൻ. 2, 1 നമ്മുടെ ഇക്വേഷൻ അല്ല, നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ ഈക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്മുടെ ഈക്വേഷനുള്ള ഫോർമുല y മൈനസ് y1 ബൈ x മൈനസ് x1 ഈസ് ഈക്വൽ ടു സ്ലോപ്പിൻ്റെ ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. y മൈനസ് y1 അല്ലേ, 2 ബൈ x മൈനസ് x1 0 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. then y മൈനസ് 2 ബൈ x മൈനസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 2, 4 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഇത് ഇങ്ങനെ ക്രൂസ് ചെയ്യുക. അതായത് 4 കൊണ്ട് y മൈനസ് 2 ഇൻറ്റു ചെയ്യണം, ഈസ് ഈക്വൽ ടു മൈനസ് 2 ഇൻറ്റു എക്സ്, അപ്പം മൈനസ് 2x അല്ലേ. അപ്പോൾ ഇവിടെയോ വരുമ്പോൾ 4 ഇൻറ്റു y 4y മൈനസ് 4 ഇൻറ്റു 2 8 മൈനസ് 2x. അപ്പോൾ 232 പേജിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ ഫിഗർ കണ്ടല്ലോ, ഒരു സർക്കിള് ഇവിടെ ഇവിടെ എല്ലാ പോയിൻറ്റും കണ്ടല്ലോ. then എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഷോൺ ഹിയർ. ഇവിടെ ഈ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ ഈക്വേഷൻ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു റഫ് ഫിഗർ അതിനെ പ്രതി വരച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് റഫ് ഫിഗർ വരച്ചു. പിന്നെ നമുക്കറിയാം സർക്കിളിൻ്റെ 2 പോയിൻറ്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് 2 പോയിൻ്റ് അല്ലേ, 2 തമ്മിൽ പോയിൻ്റ് യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, സർക്കിളിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് സെൻറ്റർ ഏതാണെന്ന് അറിയണം. സെൻറ്റർ ഏതാണോ അതിനനുസരിച്ച് വേണം ഇക്വേഷൻ. 2 തരം ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ സെൻറ്റർ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം. സെൻറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ലൈനിൻ്റെ ഈ ഒരു ഡയാമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ x1, ഇവിടെ y1, ഇവിടെ x2, ഇവിടെ y2. മിഡ് പോയിൻ്റ് കാണാനുള്ള ഫോർമുല എന്താണ്? x1 പ്ലസ് x2 ബൈ 2 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ x. 0 പ്ലസ് 2 അല്ല, x1 ഇപ്പോൾ 4 ആവരാട്ടോ.
x1 പ്ലസ് x2 ബൈ 2. അപ്പോൾ 4/2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ ഇത് എക്സ്, ഇത് വൈ, ഇവിടുത്തെ എക്സ് 2. ഇനി വൈ കണ്ടുപിടിക്കാനായിട്ട് y1 പ്ലസ് y2 ബൈ 2 ഈസ് ഈക്വൽ ടു 2/2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ 1. അപ്പോൾ 2, 1 നമ്മുടെ ഈക്വേഷൻ. അതെ, 2, 1 നമ്മുടെ ഈക്വേഷനല്ല, നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ ഈക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്മുടെ ഈക്വേഷനുള്ള ഫോർമുല y മൈനസ് y1 ബൈ x മൈനസ് x1 ഈസ് ഈക്വൽ ടു സ്ലോപ്പിൻ്റെ ഫോർമുല y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. y മൈനസ് y1 അല്ലേ, 2 ബൈ x മൈനസ് x1 0 ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. then y മൈനസ് 2 ബൈ x മൈനസ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 0 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -2. 4 മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഇത് ഇങ്ങനെ ക്രൂസ് ചെയ്യാം. അതായത് 4 കൊണ്ട് y മൈനസ് 2 ഇൻറ്റു ചെയ്യണം, ഈസ് ഈക്വൽ ടു -2 ഇൻറ്റു എക്സ്. അപ്പം -2x അല്ലേ. അപ്പോൾ ഇത് ഇവിടെയോ വരുമ്പോൾ 4 ഇൻറ്റു y 4y മൈനസ് 4 ഇൻറ്റു 2 8 മൈനസ് 2x. അപ്പോൾ 4y മൈനസ് 8, ഈ -2x ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 2x ഈസ് ഈക്വൽ ടു 0. കണ്ട. അപ്പം നമുക്കിതിനൊന്ന് എന്താക്കി കൊടുക്കണം, ഒന്ന് ചെറുതാക്കി കൊടുക്കാം അല്ലേ. എല്ലാത്തിലും 4 ഉള്ളതല്ലേ, 2 ഉള്ളതല്ലേ. അപ്പം നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കുമ്പോൾ 2y മൈനസ് 4 പ്ലസ് 2 വെട്ടിപ്പോയി എക്സ് മാത്രം വന്നു, ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ആദ്യമായിട്ടൊക്കെ എഴുതുകയാണെങ്കിൽ എക്സ് പ്ലസ് 2y മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ഈക്വേഷൻ.